സംഘങ്ങൾക്ക് കേന്ദ്ര ടൂറിസം മന്ത്രിയായ നമ്മുടെ സുരേഷ് ഗോപി ധനസഹായം അനുവദിച്ചതിനെ പറ്റി ഞാൻ മുമ്പൊരു റീൽ ചെയ്തിരുന്നു. നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. 8 സംഘങ്ങൾക്കായിട്ട് 24 ലക്ഷം രൂപയാണ് സുരേഷ് ഗോപി അനുവദിച്ച് നൽകിയത്. തൃശ്ശൂര് BJPയും അതുപോലെ അദ്ദേഹത്തോട് ഇഷ്ടമുള്ള ഈ കാര്യം നല്ലതാണല്ലോ എന്ന് വിചാരിച്ച ഒരുപാട് ആളുകൾ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഫ്ലെക്സ് വെച്ചു. ഈ കാര്യം പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്. ഉടനെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിലെ ഹാലിളകിയ തൃശ്ശൂർ കോർപ്പറേഷൻ വണ്ടിയായിട്ട് വന്നിട്ട് എല്ലാ ഫ്ലെക്സും എടുത്തിട്ട് പോയിട്ട് അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ചെയ്യേവില്ല, ചെയ്യിക്കേവില്ല. ഇപ്പൊ ഈ ഫ്ലെക്സ് നശിപ്പിക്കുന്നതിന്റെ പുറകിൽ ഒരൊറ്റ റീസണേ ഉള്ളൂ. ആളുകൾ അറിയരുത് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തത്. അപ്പൊ അവര് ചോദിക്കുമല്ലോ, ഇവിടെ ഉണ്ടല്ലോ ഒരു ടൂറിസം മന്ത്രി കേരളത്തിൽ, എന്തുവാ പണി, ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടോടെ എന്ന് ചോദിക്കില്ലേ? ആകെ ഉപകാരം ഉള്ളത് ഫ്ലെക്സ് കമ്പനിക്കാർക്കാ. അതായത് ഒരു കാര്യം അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുമ്പോൾ ഒരു 10-20 ഫ്ലെക്സ് കെട്ടും. ഉദ്ഘാടനം കഴിഞ്ഞ് 2-ന്റെ അന്ന് അത് ഡിം. അപ്പൊ ആകെ ഗുണം ആർക്കാ? ഫ്ലെക്സുകാർക്ക്. പിന്നെ ഗുണമുള്ളത് വീഡിയോ റീൽസ് എടുക്കുന്ന ആൾക്കാർക്ക്. അല്ലാതെ പൊതുജനങ്ങൾക്കോ ഈ ടൂറിസം വകുപ്പ് പ്രോത്സാഹിപ്പിക്കേണ്ട ഇതുപോലുള്ള പുലികളിക്കാരോ അല്ലെങ്കിൽ നാടകക്കാരോ കഥാപ്രസംഗക്കാരോ അങ്ങനെയുള്ള യാതൊരു കലാകാരന്മാർക്കോ നമ്മുടെ ഈ കേരളത്തിലെ ടൂറിസം മന്ത്രിയെ കൊണ്ട് യാതൊരു ഗുണവുമില്ല. ഇപ്പൊ വല്ലതൊക്കെ ചെയ്യണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും ചെയ്യേണ്ടി വരുന്നു. സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് വിട്ടത് കൊണ്ട് അദ്ദേഹം ചെയ്യുന്നു. തൃശ്ശൂർക്കാരറിയില്ലേ ഈ ഫ്ലെക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, ചേടാ സുരേഷ് ഗോപിനെ നമ്മൾ ജയിപ്പിച്ചത് അങ്ങ് വലിയ കാര്യമായില്ല, ഇദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ മറ്റു ആളുകൾക്കൊക്കെ എന്താ പണി, ഇവിടെ ജയിപ്പിച്ചിട്ട് ഒരു ഗുണവും ഇല്ലല്ലോ, ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു പോവില്ലേ? അറിയാതിരിക്കാൻ വേണ്ടി ഫ്ലെക്സ് എല്ലാം കൊണ്ടുപോയി അങ്ങ് നശിപ്പിക്കുക. ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 19 വാഴയ്ക്ക് അര സുരേഷ് ഗോപിയ. അദ്ദേഹം മാത്രമേ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഒരു BJP MP ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് BJPയുടെ കയ്യിലേക്ക്, രാജ്യം ഭരിക്കുന്ന BJPയുടെ കയ്യിലേക്ക് കേരളം എത്തുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും നാളും പറഞ്ഞു പേടിപ്പിച്ചതുപോലുള്ള ഒരു ഭീകരമായ അന്തരീക്ഷം ഇനി കേരളത്തിൽ വരുമെന്ന്? ഇപ്പൊ നടക്കുന്നതിലും ഭീകരമായ ഒരു അന്തരീക്ഷം ഇനി വരാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.